സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ നമ്മൾ മേക്ക് മണി ഓൺലൈൻ ജോബുകൾ, വർക്ക് ഫ്രം ഹോം ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിരവധി സെർച്ച് റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ കൂടുതലും കോപ്പി പേസ്റ്റ് ജോബുകൾ, ഡേറ്റ എൻട്രി ജോബുകൾ, റീൽസ് കണ്ട് ക്യാഷ് ഉണ്ടാക്കാം, അതുപോലെ മൊബൈലിൽ അഡ്വർടൈസ്മെന്റ് കണ്ട് ക്യാഷ് ഉണ്ടാക്കാം, ഇമെയിൽസ് വായിച്ച് ക്യാഷ് ഉണ്ടാക്കാം, സർവേ നടത്തി ക്യാഷ് ഉണ്ടാക്കാം, ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കാം. ഇങ്ങനെ നിരവധി സെർച്ച് റിസൾട്ടുകൾ നമുക്ക് ലഭിക്കും. ഇതിൽ നിന്നൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത് വീട്ടമ്മമാര്, മറ്റ് തൊഴിലേതരായിട്ടുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ ചെറിയൊരു പാർട്ട് ടൈം ജോബ് വേണം അല്ലെങ്കിൽ ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ ജോബിൽ സെർച്ച് ചെയ്യുന്നത്. നിരവധി യൂട്യൂബേഴ്സ് ആണ് ഇതുപോലെ നിരവധി വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ മേക്ക് മണി ഓൺലൈൻ എന്നുള്ള വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തുമാത്രം പേര് ഇതിൽ ആകർഷിതമാകുന്നത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ജെനുവിൻ ആണോ ഇതെന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇതുപോലുള്ള അനേകം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ക്ലിൻസ്രാജ് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. ഇങ്ങനെയുള്ള ജോബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി സെർച്ച് ചെയ്യുന്നതാണ് കോപ്പി പേസ്റ്റ് ജോബുകൾ, ഡേറ്റ എൻട്രി ജോബുകൾ. ഇതെല്ലാം വീട്ടിൽ ഇരുന്ന് ചെയ്ത് നമുക്ക് പ്രതിമാസം 10,000 രൂപ സമ്പാദിക്കാവുന്നതാണ് പലരും അവകാശപ്പെടുന്നത്. എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡേറ്റ എൻട്രി, കോപ്പി പേസ്റ്റ് ജോബുള്ള അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവർ നമുക്കൊരു ഫീസ് അടയ്ക്കണമെന്ന് പറയും, ഒരു രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണമെന്ന് പറയും. സാധാരണഗതിയിൽ 500 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള രജിസ്ട്രേഷൻ ഫീസാണ് അടയ്ക്കേണ്ടത്. നമ്മൾ കൂടുതൽ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നതിൻ്റെ കാരണം തന്നെ ഇവർ നമുക്ക് കൂടുതൽ പ്രതിമാസ വരുമാനം ഓഫർ ചെയ്യും. ഇപ്പം പ്രതിമാസം ഒരു 10,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നവർ 5,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നതിന് ഒരു പിന്നോക്കവും കാണിക്കത്തില്ല. അവർ പോയി രജിസ്ട്രേഷൻ ഫീസ് 5,000 രൂപ അടിക്കും. ഇങ്ങനെ പലവിധ ഓഫറുകളും നൽകി നമ്മളിൽ നിന്ന് ഒരു രജിസ്ട്രേഷൻ ഫീസ് മേടിക്കും. നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ ഒരു PDF നമുക്ക് മെയിൽ ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ അയച്ചു തരും. നമ്മൾ ഈ PDF-ലെ കണ്ടന്റ്സ് നമ്മൾ MS വേർഡിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യണം. അതും 80% ആക്യുറസിയോടെ അല്ലെങ്കിൽ ഒരു 70% ആക്യുറസിയോടെ നമ്മളത് ടൈപ്പ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടും. നമ്മൾ പകൽ ഇരുന്ന് ടൈപ്പ് ചെയ്യും. നമ്മുടെ കാഴ്ച കളഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് റിപ്ലൈ തരുന്നത് നിങ്ങൾക്ക് ഇത്ര ആക്യുറസി ഇല്ല, 80% ഇല്ല അല്ലെങ്കിൽ 70% ആക്യുറസി ഇല്ല. ഈ ആക്യുറസി എന്ന് പറയുമ്പോൾ നമ്മൾ PDF-ൽ കണ്ട അതുപോലെ തന്നെയുള്ള സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, സ്പേസ്, ഡോട്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഇടണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ നമ്മളോട് പറയും നിങ്ങൾ ഇതൊന്നും കൃത്യമായിട്ട് ചെയ്തില്ല, നിങ്ങൾക്ക് ഇതിനുള്ള ആക്യുറസി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങൾക്ക് പേയ്മെൻറ്റ് നൽകത്തില്ല, നിങ്ങൾ രണ്ടാമത് ചെയ്യണമെന്ന് പറയും. നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആഴ്ചകൾ ഇരുന്ന് പിന്നെയും നമ്മൾ ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്യുമ്പോൾ പിന്നെയും നമുക്ക് ഇതുപോലെ ആയിരിക്കും റിസൾട്ട് വരുന്നത്, നിങ്ങളുടെ ആക്യുറസി ഇല്ല എന്ന് പറഞ്ഞ്. ഇങ്ങനെ പലരും കുറച്ച് കഴിയുമ്പോൾ ഇവരങ്ങ് ഇട്ടിട്ട് പോകും. ആക്ച്വലി അവർ നമുക്ക് വരുമാനം നൽകണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മളോട് പറയുന്നത്. നമ്മളെ എങ്ങനെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഓൾറെഡി അവർക്ക് ക്യാഷ് കിട്ടി, ഇനി നമ്മളെ പിന്തിരിപ്പിച്ച് നമ്മൾ ഇട്ടിട്ട് പോകണം. അതിനാണ് ഇവർ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കൂടുതൽ ഡേറ്റ എൻട്രി ജോബുകളും അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ജോബുകളും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് വരുമാനം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് സർവേ ജോബുകൾ. ഈ സർവേ ജോബുകൾ എന്ന് പറയുമ്പോൾ വലിയ വലിയ കമ്പനികളും മറ്റ് ഏജൻസികളൊക്കെ ജനങ്ങളുടെ പൊതു അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻസ് തേടും. അതിനുവേണ്ടി അവർ കോമൺ സർവേ നടത്തും. ഇങ്ങനെ സർവേ നടത്തുമ്പോൾ നമ്മൾ അതിന് മറുപടി കൃത്യമായിട്ട് നൽകും. അല്ലെങ്കിൽ സർവേക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ നമുക്ക് ഏണിങ്സ് നൽകും. അത് ഓൺലൈൻ വഴി നടത്താം, ഓഫ്ലൈനായിട്ട് നടത്താം. അപ്പോൾ കൂടുതലും ഇന്ന് ഓൺലൈൻ വഴിയാണ് സർവേകളൊക്കെ നടത്തുന്നത്. ഇങ്ങനെയാണ് സർവേ ജോബിൽ കൂടെ ഏണിങ്സ് വരുന്നത്. എന്നാൽ വാസ്തവം എന്ന് പറയട്ടെ, പ്രമുഖ കമ്പനികളൊന്നും ഇന്ത്യയിൽ സർവേ നടത്തുന്നില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ സർവേ നടത്തിയാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഏണിങ്സ് നൽകുന്നില്ല. ഇങ്ങനെ വലിയ കമ്പനികൾ സർവേ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലോ വില്ലേജുകളിലോ ഒന്നും അല്ല അവർ നടത്തുന്നത്. വലിയ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ് സർവേ നടത്തുന്നത്. അപ്പം സർവേയിൽ കൂടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വരുമാനം ഒന്നും നേടാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ലഭിക്കത്തില്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ള സർവേ ജോബുകൾ ഈ കമ്പനികൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ നടത്താനുള്ള കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ യൂട്യൂബ് ചാനലുകളൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ അവർക്ക് ട്രാഫിക് കൂടുതൽ കിട്ടും. ട്രാഫിക് കൂടുതൽ കിട്ടുമ്പോൾ അവർക്ക് ആഡ്സെൻസ് മോണിറ്റൈസേഷൻ കിട്ടും. ആഡ്സെൻസ് മോണിറ്റൈസേഷൻ കിട്ടും. അതിൽ കൂടെ അവർക്ക് വരുമാനം നേടാൻ സാധിക്കും. കാരണം ആ വെബ്സൈറ്റിന് കൂടുതൽ ട്രാഫിക് വന്നു, അപ്പോൾ കൂടുതൽ അഡ്വർടൈസ്മെന്റ് ആ വെബ്സൈറ്റിന് വരും. അതിനുവേണ്ടി മാത്രമാണ് ഈ സർവേ നടത്തുന്നത്. അല്ലാതെ നമുക്ക് കൂടുതൽ വരുമാനം ഒന്നും നടത്തുന്നില്ല. എന്നാൽ നിരവധി ജെനുവിനായിട്ടുള്ള സർവേകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അതൊന്നും ഇന്ത്യയിൽ വലിയ രീതിയിൽ നടത്തുന്നുമില്ല. നടത്തുവാണെങ്കിൽ തന്നെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രമേ നടത്തത്തുള്ളൂ. പിന്നെ ഗൂഗിൾ അവരുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് എന്ന ആപ്ലിക്കേഷൻ മുഖേന സർവേകൾ നടത്തുന്നുണ്ട്. ഈ സർവേകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ഏണിങ്സ് ലഭിക്കും. എന്നാൽ ഈ ഏണിങ്സ് നമുക്ക് ഒരു രീതിയിലും നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി നമുക്ക് ഗെയിംസ്, ആപ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ മാത്രമേ ആ ഏണിങ്സ് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഒരു 99% സർവേ ജോബുകൾ എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് വരുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണുന്ന
കാണുന്നതും 100% ഫേക്ക് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള വരുമാനവും ലഭ്യമാവുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു ഓൺലൈൻ ജോബ് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്നതാണ്. മൊബൈലിൽ അഡ്വർടൈസ്മെന്റുകൾ കണ്ട് നമുക്ക് വരുമാനം നേടാവുന്നുള്ളത്. കുറച്ചു കാലം മുമ്പ് ക്ലിക്സെൻസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, ക്ലിക്സെൻസ്. ഈ ക്ലിക്സെൻസ് എന്ന വെബ്സൈറ്റ് ഞാൻ ഇതുപോലെ വരുമാനം നേടാമെന്ന് പറഞ്ഞ് ദിവസേന അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. ഈ ക്ലിക്സെൻസ് എന്ന വെബ്സൈറ്റിൽ അവർ അഡ്വർടൈസ്മെന്റ് കാണിക്കും. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് അവർ $0.1-0.2 നമുക്ക് നൽകുന്നത്. അത് നമുക്ക് പേപാൽ അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. എന്നാൽ മിനിമം ത്രഷോൾഡ് എന്ന് പറയുന്നത് $10 $10 തികഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളുടെ പേപാൽ അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം പിൻവലിക്കാൻ സാധ്യമാവുകയുള്ളൂ. എന്നാൽ നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ $0.2 നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത്. അപ്പോൾ അതൊരു $10 ആണെങ്കിൽ നമ്മൾ മാസങ്ങളോളം നമ്മൾ രാവും പകലും ഇരുന്ന് നമ്മൾ ആ അഡ്വർടൈസ്മെന്റുകൾ കമ്പ്യൂട്ടറിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഡോളറുകൾ വരത്തുള്ളൂ. അപ്പോൾ ആക്ച്വലി അവർക്ക് നമുക്കൊരു വരുമാനം നൽകണമെന്നൊന്നും ഉദ്ദേശമില്ല. അവരുടെ ആ വെബ്സൈറ്റിന് ട്രാഫിക് കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അവിടെയും ഉള്ളത്. ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ മാസങ്ങൾ, ചിലപ്പോൾ 6 മാസമൊക്കെ എടുക്കും ഒരു $10 കഴിയാൻ. $10 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപ പ്രകാരം ഏതാണ്ട് 800 സംതിങ് രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 800 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ താഴെയുള്ള ഒരു തുകയ്ക്ക് വേണ്ടി നമ്മൾ മാസങ്ങളോളം നമ്മളുടെ സമയം, വിലപ്പെട്ട സമയവും നമ്മുടെ കാഴ്ചയും കളയേണ്ടി വരും. ഒരിക്കലും ഇങ്ങനെയുള്ള വെബ്സൈറ്റിൽ കയറി നിങ്ങൾ പരസ്യം കണ്ട് വലിയ രീതിയിലുള്ള വരുമാനം നേടാമെന്നൊന്നും ഒരാളും ചിന്തിക്കരുത്. ഇങ്ങനെയുള്ള പല യൂട്യൂബേഴ്സ് ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ നമുക്ക് നൽകി ഇതുപോലുള്ള അഡ്വർടൈസ്മെന്റുകൾ നമ്മൾ കണ്ട് വരുമാനം നേടാമെന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ വെറും മോഹം മാത്രമാണ്. നമുക്ക് അത്രയും എമൗണ്ട് ഒന്നും ലഭ്യമാവുകയില്ല. ഞാൻ പറയില്ല, $0.1-0.2 ഒക്കെ വന്ന് അതൊരു $10 ത്രഷോൾഡ് എത്തണമെങ്കിൽ തന്നെ മാസങ്ങളാണ് എടുക്കുന്നത്. അതൊക്കെ നമ്മുടെ വിലപ്പെട്ട സമയവും അതുപോലെ തന്നെ നമ്മളുടെ കാഴ്ചയും നമ്മുടെ ആരോഗ്യം എല്ലാം നമ്മൾ അതിനുവേണ്ടി അർപ്പിച്ചാലേ നമുക്കൊരു 800 രൂപയൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതും ഫേക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കൽ അല്ല. കാരണം നമുക്ക് വലിയ രീതിയിലുള്ള വരുമാനവും നേടാൻ സാധിക്കത്തില്ല. അതുപോലെയാണ് നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളിലേക്ക് മറ്റൊരു ഓൺലൈൻ ജോബ്, അതായത് ഗെയിം കളിച്ച്, ഓൺലൈൻ വഴി ഗെയിം കളിച്ച് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കുമെന്ന്. പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകളുമാണ് ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നത്. ഞാനും ഇടയ്ക്ക് കാണാറുണ്ട്. പല രീതിയിലും എന്നെ ആകർഷിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഫേക്ക് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ, ഫേക്ക് എന്നല്ല, നമുക്ക് വരുമാനം കിട്ടത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊന്നും നിൽക്കാറില്ല. ഇവിടെ സംഭവിക്കുന്നത് പറയുന്നത് നമ്മളൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗെയിം ഓൺലൈൻ വഴി കളിക്കണം. അതിൻ്റെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ നമുക്കൊരു അവർക്കൊരു പേയ്മെന്റ് നടത്തണം. ഈ ടാസ്ക് നമ്മൾ പൂർത്തീകരിച്ചാൽ മാത്രമേ അവർ പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്നാൽ ഭൂരിഭാഗം ആളുകളും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യത്തില്ല. കാരണം അതിന് നല്ല രീതിയിലുള്ള സമയം എടുക്കും. അതുപോലെ തന്നെ നല്ല ടഫായിട്ടുള്ള ടാസ്ക് ആയിരിക്കും അവർ തരുന്നത്. അങ്ങനെ നമുക്ക് ആ വരുമാനം ലഭ്യമാവുകയില്ല. അപ്പം നമ്മളുടെ ബ്രെയിൻ അത് പിന്നെയും കളിക്കണമെന്ന് ഒരു ആസക്തി നമ്മുടെ മനസ്സിൽ വരും. അതുകൊണ്ട് നമ്മൾ പിന്നെയും ആ ടാസ്ക് മേടിക്കും. ടാസ്ക് മേടിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പേയ്മെന്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ പിന്നെയും നമ്മൾ ക്യാഷ് അങ്ങോട്ട് പേ ചെയ്തിട്ട് നമ്മൾ ആ ഗെയിം ടാസ്ക് മേടിക്കും. എന്നാൽ നമുക്ക് പിന്നെയും വരുമാനം ഒന്നും ലഭിക്കാതെ വരും. ഇങ്ങനെ പലർക്കും സംഭവിക്കാറുണ്ട്. പോലീസിന്റെ ഒക്കെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് 20 ലക്ഷം രൂപ വരെയാണ് ഇങ്ങനെ ഗെയിം കളിച്ച് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. ഇത് ഒരു ടെൻഡൻസി, നമ്മൾ മദ്യം കുടിക്കുന്ന പോലെ ഒരു ടെൻഡൻസി നമുക്ക് ഇതിൽ ഉണ്ടാക്കി അവർ ഒഴിവാക്കി, അതുപോലെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് നമ്മളെ ഇതിലേക്ക് നയിക്കുന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള വരുമാനം ലഭ്യമാവുകയില്ല. എന്നാൽ 1-2 പേർക്ക് അല്ലെങ്കിൽ കൈവരിൽ എണ്ണാവുന്ന പേർക്ക് മാത്രം ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ അവർ നൽകും. കാരണം അതൊരു മാർക്കറ്റിംഗ് പോളിസിയാണ് അവർക്ക്. കാരണം എല്ലാവർക്കും വരുമാനം നൽകാതെ ഇരിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. കാരണം അവരുടെ ക്രെഡിബിലിറ്റി പോകും. അതുകൊണ്ട് അവർ 1-2 പേർക്ക് അവർ ചെറിയ രീതിയിലുള്ള വരുമാനം നൽകി അവരെ വെച്ച് അവർ മാർക്കറ്റിംഗ് ചെയ്യും, കൂടുതൽ പേരെ ആകർഷിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിം കളിച്ചൊന്നും നമുക്ക് വരുമാനം ലഭ്യമാവുകയില്ല. നമ്മൾക്ക് ഒരു 10,000 രൂപ വരെ തന്നെങ്കിൽ നമ്മളിൽ നിന്ന് 1 ലക്ഷം രൂപ മേടിച്ചിട്ടായിരിക്കും അവരൊരു 10,000 രൂപ നമുക്ക് നൽകുന്നത്. കാരണം ഇതൊരു പ്രീ പ്രോഗ്രാംഡ് ആണ്. ഈ ഗെയിമുകളും അതുപോലെ തന്നെ ഈ ചൂതാട്ടങ്ങളൊക്കെ ഓൺലൈനിൽ നടക്കുന്നത് ഒരു പ്രീ പ്രോഗ്രാംഡ് ആണ്. ഓൾറെഡി പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ആ അൽഗോരിതം അനുസരിച്ചുള്ള ചെറിയ എമൗണ്ടേ നമുക്ക് കിട്ടുവാണെങ്കിൽ കിട്ടത്തുള്ളൂ. അതും നമ്മൾ എത്രയോ എമൗണ്ട് അവർക്ക് നൽകിയതിന് ശേഷമായിരിക്കും ചെറിയൊരു എമൗണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ മേക്ക് മണി ഓൺലൈനിൽ പെടുന്നതാണ് ഇമെയിൽസ് വായിച്ച് ക്യാഷ് ഉണ്ടാക്കാം, റീൽസ് കണ്ട് ക്യാഷ് ഉണ്ടാക്കാം, മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അത് കണ്ടു കഴിഞ്ഞാൽ ക്യാഷ് ലഭിക്കും. അങ്ങനെ നിരവധി ഓൺലൈൻ സ്കാമുകൾ, ജോബ് സ്കാമുകളാണ് ഇന്ന് നടക്കുന്നത്. കാരണം ഇതൊക്കെ ഈ യൂട്യൂബേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാരണം, ഡെയിലിയാണ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ട്. ഇതിന് കാരണം അവർക്ക് വ്യൂസ് കൂട്ടുക. നിരവധി പേരാണ് നമ്മുടെ നാട്ടിൽ തൊഴിലരഹിതരായിട്ട് നടക്കുന്നത്. ഇങ്ങനെ തൊഴിലരഹിതരായിട്ടുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ഈ യൂട്യൂബേഴ്സ് ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു മാസം 10,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കി വരുമാനം ലഭിക്കുമെങ്കിൽ അവരാണ് ആദ്യമേ കോടീശ്വരന്മാരാകേണ്ടത്. പക്ഷെ അവർക്ക് വ്യൂസ് കൂടി യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യങ്ങൾ. ഈ യൂട്യൂബ് ചാനലിൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ജോബുകളുടെ. അതൊക്കെ 100% ജെന്യുവൻ ആയിട്ടുള്ള വരുമാനം ലഭിക്കും
ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഓൺലൈൻ ജോബുകളാണ്. അപ്പോൾ അത് കാണണമെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഓൺലൈൻ ജോബ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അങ്ങനെയുള്ള ജോബുകൾ കാണും. അവിടെ 100% ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോസേ അപ്ലോഡ് ചെയ്യാറുള്ളൂ. യൂട്യൂബ് ചാനലിൻ്റെ പോളിസി അത് തന്നെയാണ്.